പ്രോത്സാഹിപ്പിക്കുക. എല്ലാം മാറിപ്പോയില്ലേ? അല്ലെങ്കിൽ പണ്ടത്തെ പോലെ എവിടെയാ തന്നുള്ളത്? എല്ലാം മൊബൈലല്ലേ ഓൺലൈനല്ലേ വരുന്നത്. അതേ മപ്പട്ട, അതാണ് ഞാനും പറയുന്നത്. പണ്ട് വൈകുന്നേരം കവലയിലങ്ങ് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുമായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ല. എല്ലാവരും ഇപ്പൊ ഓൺലൈനിലെ സാധനങ്ങളും വാങ്ങുന്നു. പണ്ടാണെങ്കിൽ നമ്മൾ തന്നെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾ പോകുന്നവഴി അവർക്ക് ബൈക്കിൽ ചെത്താനല്ലേ സമയമുള്ളൂ. അല്ലാതെ നാടിനും വീടിനും വേണ്ടി ഉപകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യുമോ? അതേ മപ്പട്ട, അതല്ലേ ഞാനും പറയുന്നത്. പണ്ട് നിങ്ങൾക്ക് അറിയാത്ത നാട്ടുകാരും ഞങ്ങളെ അറിയാത്ത
വരുന്നതിന് മുമ്പേ അവർ കുട്ടികളെ വല്ലവരും കയ്യിലേൽപ്പിച്ച് അവരുടെ ജോലി നോക്കി പോയില്ലേ? പിന്നെ അവർ തിരിച്ചു വീട്ടിലെത്തിയാൽ അവർക്ക് മൊബൈലും ടിവിയും നോക്കാനല്ലേ സമയമുള്ളൂ, അല്ലാതെ കുട്ടികളെ നോക്കാൻ സമയമുണ്ടോ? പിന്നെ കുട്ടികൾ എങ്ങനെയാണ് നന്നാവേണ്ടത്? കളികാലം അല്ലാതെ എന്ത് പറയാനാണ്? ഇനിയും ഇതിലും കൂടുതൽ വഷളാവുകയുള്ളൂ. എല്ലാവർക്കും പണം മതിയല്ലോ, പണം. അതന്നെ എന്റെ വീട്ടിലേക്ക് 2-3 എണ്ണം ഇങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് കടയിൽ പോയി സാധനം വാങ്ങാൻ പറഞ്ഞാൽ, മാർക്കറ്റിൽ പോയി മീൻ വാങ്ങാൻ പറഞ്ഞാൽ ഭയങ്കര പരിഹാസമാണ്. എനിക്കും ഫ്രണ്ട്സും വഴി അങ്ങനെ ഇപ്പോഴുള്ള പിള്ളേരെല്ലാം അങ്ങനെയാണ്. കടയിൽ പോയി സാധനം വാങ്ങിക്കും, അവർക്കൊന്നും പറഞ്ഞാൽ കേൾക്കാനും പറ്റും. പിന്നെ അവർക്ക് ഞാൻ വരുന്നേട്ടാ. അവരെയും കൂട്ടി വന്നുകൊണ്ടേ അമ്മേ, അവർക്കിപ്പോൾ തീരെ സമയമില്ല. അവരൊക്കെ ജോലിക്ക് പോകാനൊന്നുമില്ലേ? അവര് വീട്ടിൽ തന്നെ കാണാനിരിക്കുന്നില്ല എന്നതാണ് സത്യം. അതെ, കുട്ടികളിപ്പോൾ വളർന്നു വലുതായി അവരെ തോന്നിയ പോലെ നമുക്ക് കാണാൻ പറ്റുന്നു. അവർക്ക് അവരുടെ ജോലി നോക്കി അവരെ വഴിക്ക് പോയി എന്നല്ലാതെ നീ അവർ വന്ന ഉടനെ തുടങ്ങിയ കശകശ. അവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കും. അവർ ഒന്ന് വിശ്രമിക്കട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തും പറയാനാ, ഒന്നിനും ഒരു സമയമില്ല എന്ന അവസ്ഥയാണ്. ഞാൻ കരുതി കുട്ടികൾ വലുതായാൽ നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടുമെന്ന്. പക്ഷെ ഇക്കാലത്ത് കുട്ടികൾ വലുതായാൽ അവർ അവരുടെ വഴിക്ക് പോകും, അല്ലാതെ അവർ നമ്മുടെ കാര്യം നോക്കാൻ വരികയൊന്നുമില്ല. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. അതല്ലേ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് പോലും വരാതിരുന്നത്. മറിച്ച് വല്ലതും പറഞ്ഞാൽ അതായി കുതിര്. അതിനാൽ ഞാൻ തിരിച്ചൊന്നും പറയാൻ പോകാറില്ല. എല്ലാം അറിഞ്ഞു പെരുമാറട്ടെ എന്ന് വരും. ഇങ്ങനെ അവരുടെ ഇഷ്ടത്തിന് മാത്രം ഉണ്ടാകാം കേട്ടോ. നമ്മൾ വേണം അവർ പറഞ്ഞു മനസ്സിലാക്കാൻ. ശരി, അതുപോലെ നീ വിഷയിക്കുന്നത് കഴിക്കാൻ നോക്കാം. കഴിക്കാൻ ബാക്കി എടുത്ത് വെക്കോ. ദൂരെ നിന്ന് വന്നതല്ലേ. ചായയും പലഹാരവും റെഡിയായിട്ടാ. ചൂടോടെ വേഗം വന്ന ചൂടോടെ കഴിക്ക. വിലാസിനി, നീ ഒന്ന് വേഗം വരും കേട്ടോ. Let off. ഞാൻ പറയാം, വന്ന് കയറി ഉടനെ പറയാൻ പറ്റും. അതിനൊരു സാവകാശം. ഇങ്ങനെ കിടന്ന് ചാടാതെ, ഇങ്ങനെ കിടന്ന് ചാടാതെ. ഇന്ന് ഞാൻ പറയാം, അച്ഛനെയും അമ്മയെയും ഒന്ന് മയത്തിൽ കിട്ടട്ടെ. എന്നെ കൊണ്ട് വല്ലതും പറയിക്കഴിഞ്ഞ മനുഷ്യ.
പറ. വെറുതെ എനിക്ക് ഭ്രാന്താക്കണ്ട എന്ന് പറ. എന്നാലും നമ്മുടെ മക്കൾ പറയുമ്പോൾ എങ്ങനെയാണ് ഇല്ല എന്ന് പറയുന്നത്? അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങനെ ജീവിച്ചത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ശരിയാണോ? അവർക്ക് വേണ്ടത് നമുക്കല്ലേ ചെയ്തു കൊടുക്കാൻ പറ്റൂ. അവർക്ക് നമ്മളോടല്ലേ പറയാൻ പറ്റൂ. നമുക്ക് മാറിക്കൊടുക്കല്ലേ? എപ്പോഴാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അവർ അടുത്തില്ലേ? വിളിക്കുവരെ. ഇല്ല, അവർ പുറത്തുപോയിരിക്കുന്നു. ഇപ്പോൾ വരുമായിരിക്കും. അതാ അവർ വരുന്നുണ്ട്. നിങ്ങൾ അവരോട് ദേഷ്യപ്പെട്ടൊന്നും പറയാൻ പാടില്ല. ഞങ്ങളിപ്പോ മാർക്കറ്റിൽ പോയിരുന്നു. തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. നിങ്ങൾ രണ്ടാളും ഇവിടെ ഇരുന്നാട്ടെ. അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? ഞങ്ങൾ എപ്പോഴാണ് ഇറങ്ങേണ്ടത്? നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ. അയ്യോ അച്ഛാ, ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. അത്ര എഴുപിടിയായി അങ്ങോട്ട് പോകുന്നതൊന്നും വേണ്ട. എല്ലാം കല്യാണത്തിന് ശേഷം നമ്മൾ വരാം. എന്നിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ അവിടെ എത്തിക്കാം. അച്ഛാ, നമ്മൾ ഇറങ്ങട്ടെ. പിന്നീട് എല്ലാം പറഞ്ഞതുപോലെ ശരിയാക്കി വിടാം. അതിനപ്പോ കൃഷ്ണേട്ടാ, ഞാൻ എന്താണ് ഈ നടക്കുന്നത്? നിങ്ങൾ വൃദ്ധസ്ഥാനത്തിൽ പോകാൻ തീരുമാനിച്ചു എന്നറിഞ്ഞോ? എന്ത് പറയാനാ പപ്പ? നിങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കാനല്ലേ പറ്റൂ. അവർക്ക് നമ്മളെ കാണാൻ പറയാൻ സമയമെത്താൻ. അത് മാത്രവുമല്ല, കുട്ടികളൊക്കെ വളർന്നു. അവർക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാനും വയ്യ. കാലത്തിനൊത്ത് പോലെ മാറണം എന്നല്ലേ നിയമം. അവരുടെ ഇഷ്ടം പോലെ ആവട്ടെ. അതെന്താ കൃഷ്ണേട്ടാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതെങ്ങനെ ശരിയാവും? ഇത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ വീടല്ല. ഇവിടെ നിന്ന് നിങ്ങൾ പോയാൽ ഈ വീട് അനാഥമായി പോകും. ഇതിനാരും ഞങ്ങൾ കൂട്ടു നിൽക്കട്ടെ. നിങ്ങളെ അവർക്ക് നോക്കാൻ പറ്റില്ല എങ്കിൽ ശാരദ ചേച്ചിയും ചേട്ടയും ഞങ്ങൾ നോക്കാം. ഇങ്ങനെ വിട്ടാൻ പറ്റുമോ ചേച്ചി? പിന്നെ അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇവിടെ ചോദിക്കാനാളില്ലേ? പിന്നെ അത് തന്നെ, അങ്ങനെ വിടാൻ പറ്റുമോ? അങ്ങനെ വല്ലതും തീരുമാനമായാൽ നമ്മൾ നാട്ടുകാരിറങ്ങും. അങ്ങനെ വിട്ടാൻ പറ്റുമോ? നോക്കട്ടെ. നിങ്ങൾ എന്താണ് പറയുന്നത്? അങ്ങനെ ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ ഇത്? കുട്ടികൾ തന്നോടൊപ്പം വളർന്നാൽ നമ്മൾ അറിഞ്ഞു മാറി കൊടുക്കണമെന്നല്ലേ പറയാം. ഇനിയെല്ലാം അവരുടെ ഇഷ്ടം പോലെ നടക്കും. അല്ലാതെ ഞങ്ങൾ എന്താണ് പറയാ? കൊണ്ടുവരാൻ എന്താ നിങ്ങൾക്കിവിടെ വരാൻ പറ്റില്ലേ? നിങ്ങൾ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്നതാണ്. എന്താ നിങ്ങളുടെ തീരുമാനം? ഓഹോ, ഞങ്ങളെ
ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് ജീവിക്കും. പക്ഷേ അതിന്റെ ഒരു അംശം പോലും അവർക്ക് തിരിച്ചു തരാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് എവിടെയും പോകുന്നില്ല. ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ കയറി വരാം. അതിനൊരു തടസ്സവും ഇല്ലാതാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഒരു പൂക്കാലം തന്നെ ആയിരുന്നല്ലേ. എല്ലാവർക്കും അന്യോന്യം സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്ന കാലം. ഇന്നത്തെ കുട്ടികൾക്കും ആളുകൾക്കും അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ വളർന്ന കാലം ഒരു സുവർണ്ണ കാലം തന്നെ ആയിരുന്നു കേട്ടോ. ഇനിയും അങ്ങനെയും ഒരു പൂക്കാലം നമുക്ക് ഉണ്ടാകുമെന്നോർത്ത് നമുക്ക് ആശ്വസിക്കാം. ഇനിയും ഒരു പൂക്കാലം അങ്ങനെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും ഒരു പൂക്കാലം ഇവിടെ അവസാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ,